ഇപ്പോൾ വരുന്ന പ്രധാന വാർത്തയിലേക്കാണ്. കാഞ്ഞിരപ്പള്ളി ഇരട്ടക്കൊലപാതക കേസിൽ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുകയാണ് കോടതി. സ്വത്ത് തർക്കത്തെ തുടർന്നുള്ള അരുംകൊല 2022 മാർച്ച് 7-നായിരുന്നു. ഇപ്പോൾ ശിക്ഷാവിധി വന്നിരിക്കുകയാണ്. സ്വത്ത് തർക്കത്തെ തുടർന്ന് സഹോദരൻ കാഞ്ഞിരപ്പള്ളി കരിമ്പനാൽ രഞ്ജു കുര്യൻ, മാതൃസഹോദരൻ കൂട്ടിക്കൽ പൊട്ടംകുളം മാത്യൂസ് കറിയ എന്നിവരെ വെടിവെച്ച കൊന്ന കേസിലാണ് കാഞ്ഞിരപ്പള്ളി കരിമ്പനാൽപ്പടി വീട്ടിൽ ജോർജ് കുര്യനെ ഇരട്ട ജീവപര്യന്തത്തിന് കോടതി ശിക്ഷിച്ചിരിക്കുന്നത്. അപൂർവങ്ങളിൽ അപൂർവമായ കേസായി കണക്കാക്കി പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നത്. അപ്രതീക്ഷിത പ്രകോപനത്തിന്റെ പേരിലായിരുന്നില്ല കൊലപാതകം. നേരത്തെ തന്നെ തയ്യാറെടുപ്പുകൾ നടത്തിയാണ് പ്രതി എത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ വിധി പ്രസ്താവത്തിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ ലഭിച്ചിരിക്കുകയാണ്. പരമാവധി ശിക്ഷയായ വധശിക്ഷ പ്രതിക്ക് നൽകണമെന്നായിരുന്നു ഈ വിഷയത്തിൽ പ്രോസിക്യൂഷൻ എടുത്ത നിലപാട്. ഇതിന് കഴിയുന്നില്ലെങ്കിൽ ഇരട്ട ജീവപര്യന്തത്തിന് പ്രതി അർഹനാണ്. കൊല്ലപ്പെട്ട രഞ്ജി കുര്യന്റെ കുടുംബം സാമ്പത്തികമായി തകർന്നു. അതിനാൽ ഉന്നത സാമ്പത്തിക നിലയിലുള്ള പ്രതിയിൽ നിന്ന് ഉയർന്ന നഷ്ടപരിഹാരം ഈടാക്കി വാദിഭാഗത്തിന് നൽകണമെന്നടക്കം പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നു കോടതി. അപ്രതീക്ഷിതമെന്ന് പറയാൻ പറ്റില്ല. വധശിക്ഷ നൽകാത്ത സാഹചര്യത്തിൽ ഈ കോടതിക്ക് നൽകാവുന്ന ഏറ്റവും ഉയർന്ന ശിക്ഷയാണ് നൽകിയിരിക്കുന്നത്. ഓരോ കൊലപാതകത്തിനും ഓരോ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. അതുകൂടാതെ 449 വകുപ്പ് അനുസരിച്ച് ഭവനവേതനത്തിന് 6 വർഷവും, അതുപോലെ ആളുകളെ ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ ഭീഷണിപ്പെടുത്തിയതിന് 2 കൊല്ലവും, ആംസ് ആക്ടിന് 3 മാസവും ശിക്ഷിച്ചു. അപ്പോൾ 8 വർഷവും 3 മാസവും. ഈ 8 വർഷവും 3 മാസമുള്ള ശിക്ഷ ആദ്യം അനുഭവിക്കണം. അത് കൺസിക്യൂട്ടീവാണ്, കൺകറൻ്റല്ല, ഒന്നിന് പുറകെ ഒന്നായിട്ട് അനുഭവിക്കണം. അത് അനുഭവിച്ച് തീർന്ന ശേഷം മാത്രമേ ഈ ഡബിൾ ലൈഫ് ഇരട്ട ജീവപര്യന്തം അതിന് ശേഷം മാത്രമേ റൺ ചെയ്യുള്ളൂ. അതിന് ശേഷം മാത്രമാണ് അനുഭവിക്കേണ്ടത്. അതുപോലെ 20 ലക്ഷം രൂപ ഫൈനായിട്ട് വിധിച്ചിട്ടുണ്ട്. ഈ ഫൈൻ 20 ലക്ഷം രൂപയും രഞ്ജുവിനും രഞ്ജുവിൻ്റെ മൈനറുകളായ 4 മക്കൾക്കും നൽകണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഈ സാക്ഷികൾ, നിർണായക സാക്ഷികൾ അടക്കം കൂറുമാറിയ ഒരു കേസും കൂടിയാണ്. അത് തെളിയിക്കാൻ സാധിച്ചത് പോലീസിൻ്റെയൊക്കെ ഒരു മികച്ചൊരു അന്വേഷണത്തിന്റെ ഭാഗമായി. അതെ, തർക്കമില്ല. സാർ, അന്വേഷണ ഉദ്യോഗസ്ഥൻ സാർ, എങ്ങനെയാണ് ഒരു കേസ്, ഒരു നിർണായക കേസായിരുന്നു, 2 പേരെ വെടിവെച്ച് കൊല്ലുന്നു. അപ്പോൾ ഈ ശാസ്ത്രീയ തെളിവുകളൊക്കെ നിർണായകമായ ഒരു കേസ് കൂടിയാണ്. അതല്ല, അത് ടീമായിട്ടുള്ള ഒരു അന്വേഷണമായിരുന്നു. അന്ന് കാഞ്ഞിരപ്പള്ളിയായിരുന്ന റിജോ, പിന്നെ അതുപോലെ തന്നെ മുണ്ടക്കയം CI ഷൈൻകുമാർ, പിന്നെ ഞങ്ങളുടെ കൂടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അത് കൃത്യമായിട്ട് സഹായിച്ചു. എല്ലാവരുടെ ടീമായിട്ടാണ് നമ്മൾ. അതുമല്ല, ഫോട്ടോഗ്രാഫർ നമ്മൾ ഓരോ കൃത്യം ചെയ്യുമ്പോഴും, അതായത് ഓരോ മഹസർ എഴുതുമ്പോഴും ഒക്കെ തന്നെ ഫോട്ടോഗ്രാഫർ കൃത്യമായിട്ട് അത് ഫോട്ടോ എടുക്കുകയും വീഡിയോ റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആവശ്യകത എന്ന് പറയുന്നത് കൃത്യമായിരിക്കണമല്ലോ എന്നുള്ളതാണ്. അതുപോലെ സാക്ഷികൾ, കൃത്യമായ സാക്ഷികൾ അവരുടേതായ ഭാഷയിൽ തന്നെയാണ് അവർ പറഞ്ഞത്, മൊഴികൾ. അതൊക്കെ നമുക്ക് വളരെ സഹായമായിരുന്നു. പിന്നെ നമ്മൾക്ക് പ്രോസിക്യൂഷന് വേണ്ടി നടന്ന അജയൻ സാറ് കൃത്യമായിട്ട് അത് ഫോളോ അപ്പ് ചെയ്തു. അങ്ങനെയാണ് ശിക്ഷ കിട്ടാൻ തന്നെ സാധ്യമായത്. പ്രോസിക്യൂഷന്റെയും അന്വേഷണ സംഘത്തിന്റെയും ഒരു പ്രതികരണമാണ് കേട്ടത്. കാഞ്ഞിരപ്പള്ളി ഇരട്ട കൊലപാതകത്തിലാണ് പ്രതി ജോർജ് കുര്യന് ഇരട്ട ജീവപര്യന്തം ലഭിക്കുന്നത്. കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. സഹോദരൻ രഞ്ജു കുര്യൻ, മാതൃസഹോദരൻ മാത്യൂസ് കറിയ എന്നിവരെയാണ് ഇയാൾ വെടിവെച്ചു കൊന്നത്. സ്വത്ത് തർക്കത്തെ തുടർന്നായിരുന്നു അരുംകൊല. 2022 മാർച്ച് 7-നാണ് ഈ സംഭവം നടന്നത്. ഇപ്പോൾ ജോസി ബാബു ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. ജോസി, പരമാവധി ശിക്ഷ പ്രതിക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞു എന്നാണോ പ്രോസിക്യൂഷൻ പറയുന്നത്? ഒപ്പം ശിക്ഷാവിധിയുടെ വിശദാംശങ്ങളും. വലിയ വിജയമാണ്. അതായത് ഹൈദരാബാദിലെ ഫോറൻസിക് ലാബിൽ നിന്നും വിദഗ്ധനായിട്ടുള്ള ബാലിസ്റ്റിക് വിദഗ്ധനായിട്ടുള്ള SS മൂർത്തി നേരിട്ടെത്തി വിചാരണ കോടതിയിൽ. രേഷ്മ, വിധിയിൽ പൂർണ്ണ തൃപ്തരാണ് എന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചു. അല്പം മുമ്പാണ് ഏറെ പ്രമാദമായ കാഞ്ഞിരപ്പള്ളി ഇരട്ട കൊലപാതക കേസിൽ കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി വിധി പറഞ്ഞത്. പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷയാണ് കോടതി വിധിച്ചത്. കൂടാതെ 8.5 വർഷം വേറെ തടവും അനുഭവിക്കണം. ആദ്യം 8.5 വർഷം തടവ് അനുഭവിച്ച ശേഷം വെവ്വേറെ 2 ജീവപര്യന്തം അനുഭവിക്കണമെന്നാണ് കോടതി
നിർദ്ദേശിച്ചിട്ടുള്ളത് വിവിധ വകുപ്പുകൾ, കൊലപാതകം, അതോടൊപ്പം ആംസ് ആക്ട്, അതിക്രമിച്ച് കിടക്കൽ അടക്കമുള്ള വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് ശിക്ഷാ നടപടി. 20 ലക്ഷം രൂപ പിഴയും പ്രതി കൊടുക്കണം. 20 ലക്ഷം രൂപ കൊല്ലപ്പെട്ട സഹോദരനായ രഞ്ജു ജോർജിന്റെ കുടുംബത്തിന് നൽകണമെന്നും കോടതി വിധിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം പ്രതിയെ പുറത്തിറക്കും, കോടതിയിൽ നിന്നും പുറത്തിറക്കും. തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് പ്രതിയെ മാറ്റുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. നേരത്തെ ഇതിന്റെ വിചാരണ വേളയിലടക്കം ഏറെ വിവാദങ്ങൾ ഉണ്ടായ കേസാണ്. അടുത്ത ബന്ധുക്കളായ അമ്മയും സഹോദരങ്ങളും അടക്കം കൂറുമാറിയ കേസാണ്. ആ കേസിലാണ് ഇന്ന് പ്രോസിക്യൂഷന് വലിയ വിജയമുണ്ടായിരിക്കുന്നതെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഏറ്റവും സാധാരണക്കാരായ വീട്ടിലെ ഡ്രൈവർ, അതോടൊപ്പം എസ്റ്റേറ്റ് റൈറ്റർ അടക്കമുള്ള ആളുകൾ, അവരാണ് ഈ കേസിൽ ഉടനീളം പ്രോസിക്യൂഷനും പോലീസിനും ഒപ്പം നിൽക്കുകയും അവരുടെ മൊഴികൾ ഏറെ നിർണായകമാകുകയും ചെയ്തു. ഈ വാച്ച്മാൻ, അതോടൊപ്പം അവിടുത്തെ എസ്റ്റേറ്റ് ജീവനക്കാരൻ, വീട്ടുജോലിക്കാരി എന്നിവരുടെ അടക്കം മൊഴികളാണ് ഏറ്റവും നിർണായകമായത്. അടുത്ത ബന്ധുക്കളടക്കം കൂറുമാറിയ കേസായിരുന്നു എന്നതാണ് ഈ കേസിലെ ഏറ്റവും വിവാദമായിരുന്ന കാര്യം. 2022 മാർച്ച് 7-ാം തീയതിയായിരുന്നു ഈ അതിക്രൂരമായ കൊലപാതകം നടന്നത്. സ്വത്ത് തർക്കത്തെ തുടർന്ന് പ്രതിയായ ജോർജ് കുര്യൻ ഇദ്ദേഹത്തിന്റെ സഹോദരനായ രഞ്ജു കുര്യനെയും മാതൃ സഹോദരൻ മാത്യു ചക്രയെയും വെടിവെച്ച് കൊല്ലുകയായിരുന്നു. ഏറെ ആസൂത്രിതമായി നടപ്പിലാക്കിയ കൊലപാതകമെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നു. അത് ഉപോത്പതകമാകുന്ന പല തെളിവുകളും കോടതിയിൽ ഹാജരാക്കി. 76 സാക്ഷികളെ വിസ്തരിച്ചു. 272 തൊണ്ടിമുതലുകൾ ഹാജരാക്കി. അതോടൊപ്പം 76ഓളം പ്രമാണങ്ങളും ഹാജരാക്കി. ഇതൊക്കെയും കേസിൽ ഏറെ നിർണായകമായി. ഏറെ ആസൂത്രിതമായി നടപ്പിലാക്കിയ കൊലപാതകമെന്ന് തന്നെ തുടക്കം മുതൽ പോലീസ് നിലപാടെടുത്തിരുന്നു. പ്രോസിക്യൂഷന് അത് കൃത്യമായി കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഈ വിധിയിലൂടെ ഉണ്ടായിരിക്കുന്ന വിജയമെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. എന്തായാലും ഈ സംഭവത്തിന് ആധാരമായ സംഭവം ഇങ്ങനെയാണ്. ഇതിനൊരു പശ്ചാത്തലം, വലിയ കുടുംബ പാരമ്പര്യമുള്ള വലിയ സമ്പന്നമായ ഒരു കുടുംബമാണ് കരിമ്പാലയിൽ എന്ന് പറയുന്ന കാഞ്ഞിരപ്പള്ളിയിലെ വലിയ കുടുംബം. അവർക്ക് വലിയ ഭൂസ്വത്തുണ്ട്, വലിയ സാമ്പത്തിക ശേഷിയുണ്ട്. ഇത് സംബന്ധിച്ച് സഹോദരങ്ങളുമായി ഈ പ്രതിയായ ജോർജ് കുര്യൻ വലിയ തർക്കമുണ്ടായിരുന്നു. ഈ തർക്കത്തെ തുടർന്ന് ദീർഘനാളുകളായി ഇവർക്ക് ഇടയിലൊരു അകൽച്ച നിലനിന്നിരുന്നു. പിന്നീട് ഈ സഹോദരനും ഈ മധ്യസ്ഥനായ ചർച്ചയ്ക്ക് വന്നിരുന്ന മാതൃ സഹോദരനും മാത്യൂസ് കരയും വീട്ടിലുണ്ട് എന്ന് അറിഞ്ഞുറപ്പിച്ച് തന്നെ ഇദ്ദേഹം കാഞ്ഞിരപ്പള്ളിയിലെ പ്ലാന്റേഷൻ ക്ലബ്ബിൽ മുറിയെടുത്ത് താമസിക്കുകയും അതിവേഗത്തിൽ ഇവർ ഉണ്ട് എന്ന് മനസ്സിലാക്കി വീട്ടിലേക്ക് പറന്നെത്തി സിനിമ സ്റ്റൈലിൽ തന്നെ വീട്ടിലേക്ക് കയറിയുടൻ തന്നെ ഇവർക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്തു എന്നാണ് FIR-ൽ ഉണ്ടായിരുന്നത്. അത് ആ വെടിയുതിർത്ത് അപ്പോൾ തന്നെ ഇവർ സംഭവ സ്ഥലത്ത് തന്നെ വെച്ചു തന്നെ മരണപ്പെടുകയും ചെയ്തു. പിന്നെ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് മരണം സംഭവിച്ചു എന്നായിരുന്നു പോലീസിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആദ്യഘട്ടത്തിൽ പോലീസുമായി സഹകരിച്ച ബന്ധുമിത്രാദികളടക്കം പിന്നീട് കൂറുമാറി എന്നതായിരുന്നു ഈ കേസിൽ ഏറ്റവും നിർണായകമായ സംഭവം. പിന്നീട് പ്രതി തന്നെ ശിക്ഷാ ഇളവ് നൽകണം, ജാമ്യം അനുവദിക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി അത് തള്ളിയപ്പോൾ സുപ്രീം കോടതിയിലും പോയി. പിന്നീട് വേഗത്തിൽ വിചാരണ നടപടികൾ പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. കഴിഞ്ഞ ഏപ്രിലാണ് വിചാരണ നടപടികൾ തുടങ്ങിയത്. ഇപ്പോൾ ഏകദേശം 1 വർഷം പൂർത്തിയാകും മുമ്പ്, ഈ ക്രിസ്മസ് അവധിക്ക് മുമ്പ് ഈ മുഴുവൻ വിചാരണ നടപടികളും പൂർത്തിയാക്കി വിധി പറയണമെന്ന കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ഇന്ന് കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി വിധി പറഞ്ഞത്. രേഷ്മ.